പിന്നെ ക്ലൈമാക്സ് പറയുന്നുണ്ട്, പടം കഴിഞ്ഞു വിചാരിക്കുമ്പോ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന സൂര്യ ചിത്രമാണ് കങ്കുവ. സുരുത്തൈ ശിവയാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. അദ്ദേഹം നടൻ ബാലയുടെ സഹോദരനാണ്. ഇപ്പോൾ ആദ്യ ദിനം തന്നെ ചിത്രം കാണാനായി ബാലയും ഭാര്യ കോകിലയും തിയേറ്ററിലെത്തിയിരുന്നു. ആദ്യത്തെ 15 മിനിറ്റ് തനിക്ക് ഇഷ്ടമായില്ല, എന്നാൽ പിന്നീട് അങ്ങോട്ട് രോമാഞ്ചമുണ്ടായി എന്ന് ബാല യൂട്യൂബ് ചാനലുകളോട് പ്രതികരിച്ചു. കങ്കുവ ചെയ്യുവാൻ ജ്ഞാനവേൽ സാർ ആദ്യം തനിക്കാണ് അഡ്വാൻസ് തന്നത്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചേട്ടൻ കങ്കുവ ചെയ്യട്ടെ എന്ന് താൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് ബാല പറയുന്നു. ആദ്യത്തെ 15 മിനിറ്റ് ഞാൻ ടെൻഷൻ അടിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇൻ്റർവെൽ ബ്ലോക്കായപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് വന്നു. അതുപോലെ 2024 സ്റ്റാർട്ടിംഗ് പോർഷൻ കണ്ടപ്പോൾ എന്താണെന്നും മനസ്സിലായില്ല. പിന്നീട് ഫ്ലാഷ് ബാക്ക് വന്നപ്പോൾ വലിയ സംഭവങ്ങളുണ്ടെന്ന് മനസ്സിലായി. സെക്കൻഡ് ഹാഫിലെ ചില സീനുകൾ കാണുമ്പോൾ എക്സ്ട്രാ ഓർഡിനറിയായി തോന്നി, രോമാഞ്ചമുണ്ടായി. അതിലൊരു സീൻ കണ്ടപ്പോൾ അറിയാതെ കൈയടിച്ചു പോയി. 25 പെണ്ണുങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന സീനിൽ സൂര്യ പറയുന്ന ഡയലോഗൊക്കെ ഇഷ്ടപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ആണും പെണ്ണും ചേർന്നാണ് യുദ്ധം നടത്തിയത്. പിന്നെ ക്ലൈമാക്സിൽ കാർത്തിയെ കൊണ്ടുവന്നിട്ടുണ്ട്. സൂര്യയ്ക്ക് 2 വേരിയേഷനുള്ള കഥാപാത്രമാണുള്ളത്. ബോബി ഡിയോളും നന്നായിട്ടുണ്ട്. 30 വർഷം മുമ്പുള്ള ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഞാനും കാർത്തിയും സൂര്യയും എൻ്റെ ചേട്ടനുമാണുള്ളത്. ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വെച്ച് എടുത്ത ഫോട്ടോയാണിത്. കങ്കുവ തുടങ്ങും മുൻപ് ജ്ഞാനവേൽ സാർ ആദ്യം സിനിമ സംവിധാനം ചെയ്യുവാൻ എനിക്കാണ് അഡ്വാൻസ് തന്നത്. അരുണാചലം റോഡിൽ ഓഫീസ് ഇട്ടിരുന്നു. 1 വർഷം ഡിസ്കഷൻ നടന്നു. പിന്നീട് ഹെൽത്ത് ഇഷ്യൂസ് വന്നു. അതുകൊണ്ട് ആദ്യം ചേട്ടൻ കങ്കുവ ചെയ്യട്ടെ എന്ന് തീരുമാനിച്ചു. ഇപ്പോൾ ആ പടം റിലീസായി. എനിക്കിഷ്ടപ്പെട്ടു. തമിഴ്നാട്ടിൽ ഹിറ്റാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എനിക്ക് പടം എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇന്ന് രാവിലെ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു അവൻ ഇഷ്ടപ്പെട്ടില്ല എന്ന്. ആദ്യത്തെ 15 മിനിറ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞില്ലേ എന്നാണ് ബാല പറയുന്നത്.